അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികളോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കഴിഞ്ഞ 24 വർഷമായി വചനവേദിയിൽ സമൂഹത്തിന് ജനത്തിന് അനുഗ്രഹമായി ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ബ്രദർ ജോർജ് കണിച്ചായി എന്ന സഹോദരനാണ് വരുന്ന മണിക്കൂറിൽ നമ്മോട് തൻ്റെ ജീവിത സാക്ഷ്യം നാം പങ്കുവെക്കുന്നത്. അദ്ദേഹം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനാണ്. അവിടുത്തെ പ്രശസ്ത ഗുരുക്കന്മാരായ ബഹുമാനപ്പെട്ട നായിക്കുംപറമ്പിൽ അച്ഛനോടും കൊച്ചുമാത്തി അച്ഛനോടും ജോർജ് പനക്കൽ അച്ഛനോടും ചേർന്ന് അനേക വർഷങ്ങളായി ദൈവവചനവേലയിൽ വ്യാപരിക്കുന്നൊരു സഹോദരനാണ് ബ്രദർ ജോർജ് കണിച്ചായി. കരങ്ങളടിച്ച് ഈ വചനവേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, 1992 ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. എനിക്ക് എൻ്റെ അപ്പച്ചൻ 15-ാം വയസ്സിൽ അപ്പച്ചൻ മരിച്ചു. ഞങ്ങൾ മൂന്ന് സഹോദരന്മാരാണ്. ഞാൻ താഴെയുള്ള മകനാണ്. ഒരു വ്യവസായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മച്ചിയാണ് ഞങ്ങളെ 3 പേരെയും തീറ്റിപ്പോറ്റി വളർത്തി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നയിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചി വീട്ടിൽ നിന്ന് പുറത്തു പോകുകയില്ല. വീട്ടിൽ മാതാവിനോട് ചേർന്ന് ജപമാലയും പിടിച്ച് പ്രാർത്ഥിച്ച്. അമ്മച്ചിയുടെ പ്രത്യേക സ്വഭാവം കുടുംബ പ്രാർത്ഥനയിലുള്ള നിർബന്ധമായിരുന്നു. എത്രയൊക്കെ തിരക്കുകളുണ്ടായാലും കുടുംബ പ്രാർത്ഥന ഇല്ലാത്തൊരു ദിവസം പോലും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നില്ല. അതിലൂടെ കിട്ടിയ ഒരു പ്രാർത്ഥന അനുഭവം ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയിരുന്നു. ഞാൻ പഠിച്ചു, വളർന്നു, വലുതായി. 10-ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലേക്ക് പഠിക്കാൻ തൃശ്ശൂർ സെൻറ് തോമസിൽ കോളേജിൽ പോയി. 2 കൊല്ലം ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിന് പകരം നന്നായി ഉഴപ്പി എന്ന് പറയാം. കൂട്ടുകാരൊത്ത് ചീട്ട് കളിച്ചും അല്പാൽപ്പം ചെറിയ തോതിൽ മദ്യപിച്ചും ഒക്കെ 2 കൊല്ലം മുഴുവനാക്കി ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. വീട്ടിൽ വന്ന് ഞങ്ങളുടെ ബിസിനസ്സിൽ പങ്കുകാരനായി. അവിടെ നിന്ന് നേരെ പോയത് ദാവൺകര എന്ന സ്ഥലത്ത് ഒരു ഓട്ട് കമ്പനി പണിയാനാണ്. ആ ഓട്ട് കമ്പനി പണിയുടെ ഇടയ്ക്ക് ഞാൻ അല്പാൽപ്പം മദ്യപിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ മദ്യപിക്കുമായിരുന്നു. ഒരുപാടല്ല, കുറേശ്ശെ. അപ്പച്ചൻ്റെ സ്നേഹം പ്രകടമാക്കുന്നത് അപ്പച്ചൻ മദ്യം കഴിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും എന്നെ വിളിക്കും. പുകവലി അപ്പച്ചനിൽ നിന്ന് കണ്ട് ഞാൻ പഠിച്ചു. മദ്യപാന ശീലം അപ്പച്ചൻ കുറേശ്ശെ, നീ ഒന്ന് എൻ്റെ അടുത്ത് വന്നേ, നിനക്കിത് വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കള്ള് തരും. അപ്പോൾ കള്ള് കുറച്ച് കുടിക്കും. മധുരമുള്ളത് കൊണ്ട് സന്തോഷത്തോടെ കഴിക്കും. ഇതെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിഗരറ്റ് വലി എൻ്റെ കൂടപ്പുറപ്പായി മാറി. അതുപോലെ തന്നെ എൻ്റെ ജീവിതം ദാവൺഗിരിയിൽ ഒരു കമ്പനി പണിയാൻ ദൈവം അനുവദിച്ചു. നാട്ടിലൊക്കെ എന്നെ വിളിക്കുക, ജോർജ് വലിയ ബുദ്ധിമാനാണ്, കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടു നടക്കാനും അപ്പച്ചനെ പോലെ തന്നെ ബുദ്ധിമാനായ ഒരു വ്യക്തി നാട്ടിലും വീട്ടിലും പരിസരത്തുമെല്ലാം എന്നെ മറ്റുള്ളവർ കണ്ടിരുന്നത് ഒരു ബുദ്ധിമാൻ എന്നുള്ള നിലയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വിവാഹിതനാണ്. ഭാര്യയും 3 മക്കളുമുള്ള ഒരു കുടുംബമാണ്. ഇന്ന് 2 മരുമക്കളും ഒരു പേരക്കുഞ്ഞുമുള്ള അമ്മയുമുള്ള
കുടുംബമാണ് എൻ്റേത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ആ പ്രാർത്ഥന അരൂപി ഞാൻ അറിയാതെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദാവൺകര എന്ന സ്ഥലത്ത് കമ്പനി പണിയുമ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ ഒരു കുപ്പി ബീർ കുടിക്കും. ഇത് കുടിച്ചാലും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് രാത്രി അവിടെ സൗകര്യമുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ കിടക്കാൻ പോകുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ചെറിയ ചരലുകല്ലുകൾ എടുത്ത് മുട്ടിൻ്റെ അടിയിൽ വയ്ക്കും, ചിലപ്പോൾ മോതിരം ഉരി മുട്ടിൻ്റെ അടിയിൽ വയ്ക്കും. ചിലപ്പോൾ ഞാൻ കൈ നീർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊതുകടിക്കും. അപ്പോൾ കൊതുകടിക്കുമ്പോൾ കൊതുകിനെ നോക്കി ആ വേദന സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അമ്പച്ചി എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക്, പല ഭവനങ്ങളിലും മരുമക്കൾ വന്ന് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഈശോയോട് പ്രാർത്ഥിക്കണം, അമ്മച്ചിയെ നന്നായി സ്നേഹിച്ച് നോക്കുന്ന ഒരു ഭാര്യയെ, ഒരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി ലഭിക്കണം. അപ്രകാരം തന്നെ അന്ന് ഞാൻ 1.5 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ സിഗരറ്റ് വലിയിൽ നിന്ന് മോചനം കിട്ടണം, ബീറാണെങ്കിലും അതിൽ നിന്ന് മോചനം കിട്ടണം. ഇപ്രകാരമുള്ള ചെറിയ ചെറിയ ചിന്തകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാതിരുന്ന കാലത്തും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആത്മാവിൻ്റെ നിറവിലൂടെ, പ്രാർത്ഥനാ നിറവിലൂടെ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. 27 വയസ്സായപ്പോൾ അമ്മച്ചി വിളിച്ചു, നിനക്ക് ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, നീ വരണം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കണ്ടാൽ മതി, അമ്മച്ചി ഒരുക്കുന്ന പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അമ്മച്ചി പറഞ്ഞിടത്ത് ചെന്നു, പെൺകുട്ടിയെ കണ്ടു മടങ്ങി വന്നപ്പോൾ അമ്മച്ചി ചോദിച്ചു, നിനക്ക് പെൺകുട്ടിയെ ഇഷ്ടമായോ? ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇഷ്ടമായോ? അമ്മച്ചി പറഞ്ഞു, എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു. നന്നായി, എനിക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ആനി എന്ന ഇപ്പോഴത്തെ ഭാര്യയെ ഞാൻ വിവാഹം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയട്ടെ, 10-32 കൊല്ലമായിട്ടും ഇന്ന് വരെ ഞാനും എൻ്റെ ഭാര്യയും അമ്മച്ചിയും ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുണയാൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് 92 വെറുതെ ഒരു ധ്യാനം കൂടാൻ വന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ 2 മൂത്ത സഹോദരന്മാർ കോട്ടയിൽ പോയി, മുരുങ്ങൂർ പോയി ധ്യാനിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചേട്ടന്മാർ ധ്യാനിച്ചു, ഇനി ഞാൻ എങ്ങനെ ധ്യാനിക്കാതെ ഇരിക്കും? അപ്പോൾ പേരിന് വേണ്ടി ഒന്ന് ധ്യാനിച്ചേക്കാം എന്ന് കരുതി ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെ ചെന്ന് വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മദ്യപാനവും അതുപോലെ തന്നെ പുകവലിയും എൻ്റെ ഏറ്റവും വലിയൊരു കുറവ്, ഞാൻ ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ ചെന്നാൽ ജോലിക്കാരെന്നെ വിളിക്കുക, പിശാച് വന്നു എന്ന് പറയാം. അത്രത്തോളം ദേഷ്യ സ്വഭാവം എന്നിലുണ്ടായിരുന്നു. ഭാര്യയെ ചീത്ത പറയും, മക്കളെ ചീത്ത പറയും, ജോലിക്കാരെ ചീത്ത പറയും. പക്ഷെ ചീത്ത പറയുന്നത് അഭിമാനത്തോടെയാണ്. എൻ്റെ ഡ്യൂട്ടി ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്തിരിക്കണം. ഇതാണ് എൻ്റെ ഉള്ളിലുള്ള ആശയം. അപ്പോൾ ഇത് ചെയ്യാത്തവരെ ഞാൻ ദേഷ്യപ്പെടും. ഭാര്യയായാലും മക്കളായാലും ഞാൻ ദേഷ്യപ്പെടും. എൻ്റെ ശബ്ദവും എൻ്റെ മുഖഭാവവും ഒക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ വചനം കേട്ട് ദൈവസന്നിധിയിൽ പാപം ഉപേക്ഷിക്കണം. വെറുപ്പ്, വിദ്വേഷം, അഹങ്കാരം, അസൂയ, ധനമോഹം, വഞ്ചന, സ്വാർത്ഥത ഓരോന്ന് കേൾക്കുമ്പോഴും ഇവയെല്ലാം നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് 92 നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. നന്നായി ഒന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങി. കുമ്പസാരിച്ചു.
പാപങ്ങളേറ്റു പറഞ്ഞു. അപ്പോഴാണ് പിന്നത്തെ വചനം, ശത്രുവിനെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമിക്കാൻ തീരുമാനിച്ചു, സ്നേഹിക്കാൻ തീരുമാനിച്ചു, ആരാധനയിൽ പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞു, വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചിന്ത, ഉള്ളിലൊരു ശബ്ദം പോലെ കേൾക്കുന്നു, നീ നിൻ്റെ ഭാര്യയെ എത്രത്തോളം ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭാര്യയോട് നീ ക്ഷമ ചോദിക്കി, നിൻ്റെ ഭാര്യയോട് നീ ക്ഷമ ചോദിക്കി. അപ്പോൾ മറ്റൊരു വശത്ത് കേൾക്കുന്നു, ഏയ് നീയും ബുദ്ധിമാനും അറിവും കഴിവും ബിസിനസ്സൊക്കെ നടത്തുന്ന ആള് ഭാര്യയോട് ക്ഷമ ചോദിക്കുകയെ ഒരിക്കലും പാടില്ല. അപ്പോൾ പിന്നെയും മറുവശത്ത് നിന്ന് മറ്റൊരു ശബ്ദം. 1-2 ദിവസം കാത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു. ബെഡ്റൂമിൽ വന്നപ്പോൾ ആനിയുടെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, ആനി, നിന്നെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആനി എന്നോട് പറഞ്ഞു, നിങ്ങളെല്ലാം ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്, നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ ദേഷ്യ സ്വഭാവം കാരണം ആനിക്ക് എന്നോട് ഭയമായിരുന്നു. ഞാൻ ആനിയോട് ക്ഷമ ചോദിച്ചപ്പോൾ ആനിയിൽ നിന്നുള്ള ഭയം വിട്ടുപോയി. ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിനേക്കാളേറെ വർദ്ധിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എളിമപ്പെട്ട് സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും തയ്യാറായാൽ ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും കരുണയും സംരക്ഷണവും വഴി നടത്തിപ്പും എല്ലാം ദൈവം നൽകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാനാനുഭവം കഴിഞ്ഞപ്പോൾ ആനി ഈ 3 മക്കളെയും, അന്ന് അവർക്ക് 4 വയസ്സ്, 6 വയസ്സ്, 8 വയസ്സൊക്കെ പ്രായമായിരുന്നു, അവരെയും കൊണ്ട് കോട്ടയിൽ ഒരു ദിവസത്തെ ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് പോകും. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛൻ ഒരുപാട് രോഗശാന്തിയൊക്കെ വിളിച്ചു പറയും, കൃത്യവും വ്യക്തവുമായി വിളിച്ചു പറയും. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ വന്നാൽ പ്രാർത്ഥിക്കാം. ആനി 3 മക്കളെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും മോൻ ഉദരത്തിലായിരുന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നോ? അപ്പോഴാണ് ആനി പറഞ്ഞത്, ആദ്യത്തെ മകൻ സിസേറിയനായിട്ട് ജനിച്ചവനായിരുന്നു, രണ്ടാമത്തെ മകൻ 2 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാകരുതെന്ന്, കുഞ്ഞുണ്ടാകരുതെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അതിക്ക് മുമ്പൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റായി. ഈ കുഞ്ഞാണിത്. ഞങ്ങൾ ആ മകനെ അബോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷേ അവസാനമായപ്പോൾ അവൻ ജനിച്ചു. അവനെക്കുറിച്ചുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വന്നൊരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടണം. ഈ സമയത്ത് എന്നെ വിളിച്ച ആനി കാര്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. രണ്ടാമത്തെ മകനെ ഞങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ആനി അവനെ മടിയിൽ കയറ്റി ഇരുത്തി. മടിയിൽ കയറ്റി ഇരുത്തിയപ്പോൾ അവൻ കൊതറി മാറി അമ്മയുടെ മടിയിൽ നിന്ന് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ അവനെ പിടിച്ചിരുത്താൻ നോക്കിയപ്പോൾ അവനും എൻ്റെ മടിയിലിരിക്കാതെ ചാടിപ്പോയി. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവന് പ്രത്യേകിച്ചൊരു വ്യക്തിയെ സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ പറ്റാത്ത രീതിയിൽ അവൻ്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ധ്യാനിക്കാൻ കോട്ടയിൽ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോയി. ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഉദരത്തിലുള്ള കുഞ്ഞും അമ്മയുടെ മനസ്സും കുഞ്ഞിലെ മനസ്സും ഒന്നാണ്. ഞങ്ങൾ ഇവനെ, ഈ മകനെ അബോർട്ട് ചെയ്യാൻ, അന്ന് ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അബോർട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയവരാണ്. ഡോക്ടർ പറഞ്ഞു, 3 മാസം ഓൾറെഡി കഴിഞ്ഞു, ഇനി അബോർട്ട് ചെയ്യണത് നല്ലതല്ല.
അങ്ങനെ ജനിച്ച ഒരു മകനാണ് രണ്ടാമത്തെ മകൻ ജോസഫ്. ഞങ്ങൾ ധ്യാനം കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി അപ്പനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, അമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ഒന്നും അവന് കിട്ടിയില്ല. തന്നെയുമല്ല, അപ്പനും അമ്മയും അവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഈശോയുടെ തിരുമുമ്പിൽ കൈകൾ രണ്ടും കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 8-ാം വചനം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ബഹുമാനപ്പെട്ട നായിക്കമ്പരമലച്ചൻ്റെ പ്രാർത്ഥന, തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വന്നുപോയ തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ. ഞങ്ങളിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹത്താൽ അവനെ നിറയ്ക്കണമേ. അവനെ പോലെയുള്ള 10,000-ങ്ങളെ നിറയ്ക്കണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ 2-3 മാസം പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാനും ആനിയും ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം ബെഡ്റൂമിലിരിക്കുമ്പോൾ ഈ ജോസഫ് എന്ന് പറഞ്ഞ മകൻ ഓടി ബെഡ്റൂമിലേക്ക് വന്നു. അമ്മയുടെ മടിയിൽ ചാടിക്കയറി ഇരുന്ന് കെട്ടിപ്പിടിച്ച് അമ്മേ ഉമ്മ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് എൻ്റെ മടിയിൽ കയറിയിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അച്ചാച്ച ഉമ്മ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ മകൻ, അത് കഴിഞ്ഞ് മൂത്ത മകൻ, അങ്ങനെ ഇന്നും അന്ന് മുതൽ ഇന്ന് വരെ 3 മക്കളും. ഞങ്ങൾക്ക് ബാംഗ്ലൂരും, ഞാനൊരു ബിസിനസ്സുകാരനാണ്, കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ആഫ്രിക്കയിലുമെല്ലാം 10-20 കമ്പനികൾ ഇന്നും കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളൊക്കെ പഠിച്ചിരുന്നത് മദ്രാസിലും ബാംഗ്ലൂരുമൊക്കെയാണ്. അവിടെയും വീടും ഭവനങ്ങളും കാറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടും ദൈവഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്ന് അവർ 3 പേരും ഇന്ന് എഞ്ചിനീയർമാരും. 3 പേരും എഞ്ചിനീയർമാരാണ്, MBA പഠിച്ചവരാണ്. ഇന്ന് ബിസിനസ്സിൽ 2 പേര് സഹായിക്കുന്നു. മൂന്നാമത്തെ മകൻ MBA കഴിഞ്ഞ് ഹൈദരാബാദ് ഒരു ജോലിയിൽ ഈ കഴിഞ്ഞ മാസം കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളിലൂടെ മക്കൾക്ക് ദൈവം നൽകിയ ഒരു ദൈവത്തിൻ്റെ അരൂപി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളുടെ ഈ തെറ്റായ ഒരു പ്രവൃത്തിയിലൂടെ ഒരു മകൻ്റെ നഷ്ടം ദൈവം വചനത്തിലൂടെ നികത്തി എളിമപ്പെട്ട് ക്ഷമിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ ദൈവം ഞങ്ങളുടെ മക്കളിലേക്ക് സ്നേഹം ചൊരിഞ്ഞ് അവരെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും മാതാപിതാക്കളെയും എൻ്റെ അമ്മച്ചിയെയും കുടുംബത്തെയും സ്നേഹിച്ച് അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായി ദൈവം ഞങ്ങളെ മാറ്റി. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഒരുമിച്ച് യോജിച്ച് ചോദിക്കുന്നതെന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കോട്ടയിലെ ധ്യാനം, കൊച്ചുമാത്തച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനോട് എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വചനം ഓർമ്മ വന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് വില കൊടുക്കും? എൻ്റെ മനസ്സിൽ ബൈബിൾ വായിക്കാൻ ആഗ്രഹം, വചനം ഓർമ്മ വരുന്നു, ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് എൻ്റെ മനസ്സിൽ ഇപ്രകാരം കമ്പനിയെക്കുറിച്ചുള്ള ചിന്തകളും കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങളും മനഃപ്പാഠമാക്കിയ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വചനം നൽകാൻ തുടങ്ങി. ഞാൻ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, അച്ഛന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ
സാമ്പത്തികമായോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. അച്ഛൻ എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് വാഹനങ്ങളുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യും. വാഹനങ്ങൾ ഓടിച്ച് ടെമ്പോ ട്രാവലറിൽ അച്ഛനും ടീമുമായി ഞങ്ങൾ കൺവെൻഷനുകൾക്ക് പോകാൻ ആരംഭിച്ചു. അങ്ങനെ മധ്യസ്ഥം പ്രാർത്ഥിക്കാനും അച്ഛനെ സഹായിക്കാനും CD കൊടുക്കാനും വചനോത്സവം കൊടുക്കാനും ഒക്കെ ഞാനും ഭാര്യയും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങി. ആനി കുറേശ്ശെ പാട്ടുപാടും. അങ്ങനെ അച്ഛൻ്റെ കൂടെ പാട്ടുപാടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ രാജപുരത്ത് വെച്ച് അച്ഛൻ പറഞ്ഞു, ജോർജിനോട് ഇവിടെ സാക്ഷ്യം പറയാൻ ഈശോ പറയുന്നു. അപ്പോൾ ഈശോ പറയുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ഉള്ളിൽ ഈശോ എന്ന് പറയുമ്പോൾ, എപ്പോഴും ഞാനൊരു FCC കോൺവെൻറ്റിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ ഒരു ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, 100 പ്രാവശ്യം ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് സുഹൃദേവൻ ചൊല്ലി അടുത്ത് വന്നാൽ 2 പല്ലിമിഠായി തരാമെന്ന് പറയും. അങ്ങനെ 2 പല്ലിമിഠായിക്ക് വേണ്ടി 100 പ്രാവശ്യം സുഹൃദേവൻ ചൊല്ലി അങ്ങനെ പല്ലിമിഠായി വാങ്ങി അവസാനം ഞാൻ അറിയാത്ത ഒരു സ്നേഹം എൻ്റെ ഈശോയോട് എൻ്റെ ഉള്ളിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം എൻ്റെ ഈശോ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊച്ചുമാത്തച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഭയമുള്ളൊരു വ്യക്തിയാണ്. 3-4 പേരുടെ മുമ്പിൽ നിന്നാൽ എൻ്റെ കാല് വിറയ്ക്കും, ചുണ്ട് വിറയ്ക്കും, പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പറ്റില്ല അച്ഛൻ എന്ന് പറഞ്ഞു. ഈശോ പറയുന്നു ജോർജിനോട് സാക്ഷ്യം പറയാൻ. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ കയറി 10,000 പേരുടെ മുമ്പിൽ രാജപുരത്ത് ഒരു റബ്ബർ തോട്ടത്തിൽ സാക്ഷ്യം പറയാനായിട്ട് ദൈവം എന്നെ ആദ്യമായി ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 96 വരെ കൊച്ചുമാത്തച്ഛൻ്റെ കൂടെയും കൊച്ചുമാത്തച്ഛൻ കല്യാണിലേക്ക് ബോംബെക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ, അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ എൻ്റെ മൂത്ത ചേട്ടനും 2ാമത്തെ ചേട്ടനും പനക്കലച്ഛനും നായ്ക്കാമ്പറമ്പിലച്ഛനും കൊച്ചുമാത്തച്ഛനൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഡിവൈൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ ഒരു കൂട്ടായ്മയിൽ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രമായി വിൽസൺഷൻ സഭ വാങ്ങി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം നായ്ക്കാമ്പറമ്പിലച്ഛൻ ബാംഗ്ലൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് നായ്ക്കാമ്പറമ്പിലച്ഛൻ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായി. അന്ന് യാത്രാമധ്യേ പ്ലെയിൻ ലേറ്റായി അച്ഛൻ ധർമാരാം എന്ന ഒരു കോളേജിൽ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ വന്നു. അവിടെ അച്ഛനുള്ളതറിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി അച്ഛനെ കാണാൻ പോയി. ആ കോറിഡോറിൽ കാത്തു നിൽക്കുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിഞ്ഞ് നടന്നു വരുന്നു. അച്ഛൻ ഞങ്ങളെ കണ്ട് ഇങ്ങനെ ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ളവരാണ്, നാട്ടിലുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ? ബിസിനസ് ചെയ്യുന്നു. നിങ്ങളുടെ വീട് എവിടെയാണ്? നാട്ടിലെ ചാലക്കുടിയിൽ. നിങ്ങളുടെ വീട്ടുപേരെന്താ? കണിച്ചായി അല്ലേ? കുറച്ച് നാൾ മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബാനറിൽ എന്ന വണ്ണം കണിച്ചായി എന്ന് ദൈവം എഴുതി കാണിച്ചു. അത് നിങ്ങളല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങളാന്ന് അച്ഛനും മനസ്സിലായി, ഞങ്ങൾക്കും മനസ്സിലായി. അച്ഛൻ വീട്ടിൽ വന്നു. അച്ഛൻ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. കുറച്ച് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സോമ 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 സിമൈ മേൻ 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 ധൗ മേൻ, ദൈവേഷ്ടം നിങ്ങളിൽ നിറവേറട്ടെ, തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥന പഠിപ്പിച്ച് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുമ്പോഴും നിങ്ങൾ എന്നെ വന്ന് കാണണം. ഞങ്ങൾ അച്ഛനെ ചെന്ന് കണ്ടു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കോട്ടയിൽ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ വെച്ചു. എൻ്റെ 2 ചേട്ടന്മാരും നായ്ക്കാമ്പറമ്പിലച്ഛനും കൊച്ചുമാത്തച്ഛനും സിസ്റ്റർ തെരേസും ഒരു ഡേവിസ് മഞ്ഞളി എന്ന ബ്രദർ 7 പേര് ഒരുമിച്ച് ഒരു പ്രാർത്ഥന കോട്ടയിലെ അവിടുത്തെ ഭക്ഷണ ശുശ്രൂഷയുടെ ഹാളിൽ ഒരു മുറിയിൽ വെച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ തെരേസ് അച്ഛൻ്റെ കൂടെ 10-32 വർഷം ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, താടി വെച്ച ജോർജ് സ്റ്റേജിന്മേൽ നിന്ന് വചനം പറയുന്നത് 3 പ്രാവശ്യം ദർശനത്തിൽ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. അന്ന് എനിക്ക് ഇതുപോലെ താടിയുള്ള ഒരാളല്ല, നല്ല ക്ലീൻ ഷേവ് ചെയ്ത് മീശ വെച്ച നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അച്ഛനോടത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ജോർജ് താടി വെക്കണം എന്ന് അങ്ങാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു, ഈശോ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്ത ഈശോയുടെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിച്ച് അന്ന് മുതൽ ഇന്ന് വരെ പ്രിയപ്പെട്ടവരെ ഈ താടി വടിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയും, ബുദ്ധിയും അറിവും കഴിവും ഞാൻ ലോകത്തിൻ്റെ വലിയവനാണെന്നൊക്കെ പറയുന്ന വ്യക്തികളോട് ഞാൻ പറയും, ഈശോയുടെ മുമ്പിൽ കഴുതയാവാൻ നീ തയ്യാറാണോ? കഴുതയാവുക. എനിക്ക് ഈ കുറച്ച് സമയം മുമ്പ് ബ്രദർ പറഞ്ഞു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മുമ്പിൽ അനന്തജ്ഞാനിയും അനന്ത സ്നേഹവും സർവശക്തനും പ്രപഞ്ച സൃഷ്ടാവും ലോകരക്ഷകനും സകല മർത്യരുടെയും ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ദാനമായി നമുക്ക് കിട്ടിയ എല്ലാം അടിയറ വെച്ചാലേ യേശുവിനെ അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ വില്ലേജിൽ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു തൂണിന്മേൽ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണാം. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും എന്തിലാണ് ഇതിനെ അഴിച്ചു കൊണ്ടു പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? കർത്താവിന് ആ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആരെ കൊണ്ട് ആവശ്യമുണ്ട്? നമ്മെ ഓരോരുത്തരെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരിലൂടെയും ദൈവം അനേകരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ, ദുഃഖത്തിനും രോഗത്തിനും കഷ്ടപ്പാടിനും തകർച്ചകൾക്കും കുടുംബ ഭിന്നതയ്ക്കും സാമ്പത്തിക തകർച്ചയ്ക്കും ഒന്നിനും കൈവിടാൻ ഒരു മകനെയോ മകളെയോ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, താടി വെച്ചതിന് ശേഷം കൊച്ചുമാത്തച്ഛൻ ബോംബെക്ക് പോയി. അന്ന് മുതൽ ബഹുമാനപ്പെട്ട നായിക്കാമറമ്പലച്ഛൻ്റെ കൂടെ ഇന്ന് വരെയും ഇന്നും ദൈവം നൽകിയ ജീവിതാനുഭവങ്ങൾ ലോകം മുഴുവനിലും പങ്കുവയ്ക്കാൻ 5 വൻകരകളിലും അച്ഛൻ്റെ കൂടെ ദൈവം നൽകിയ ജീവിതസാക്ഷ്യം പറയാൻ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബിസിനസ് ചെയ്യുമ്പോൾ അച്ഛനുമായിട്ട് പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം നമുക്ക് നൽകുന്ന അറിവും കഴിവും ആയുസ്സും ആരോഗ്യവും സമ്പത്തും തകർച്ചകളും ഉയർച്ചകളും രോഗങ്ങളും പീഡകളും അധികാരവും ഒന്നും നമ്മുടേതല്ല. എല്ലാം ദാനമായി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി. ദാനമായി കിട്ടിയത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നാം ദൈവനിയോഗപ്രകാരം ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു തീരുമാനമെടുത്തു. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 10-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരട്ടെ. എൻ്റെ ജനം എൻ്റെ ഭക്ഷണശാലയിൽ ഭക്ഷണമുണ്ടാകട്ടെ. എൻ്റെ ജനം ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. ഞാൻ നിങ്ങളെ സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ
5%, 10%, ഇന്ന് 15% എൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടു നടന്ന് എനിക്ക് കിട്ടുന്ന അറ്റാദായത്തിൽ നിന്ന് 15% കണക്ക് വെച്ച് മാറ്റിവെച്ച് ഇന്ന് ദൈവവേല ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കച്ചവടം ലാഭമാണ് പ്രിയപ്പെട്ടവരെ. ഈശോ നിങ്ങളെ ഇപ്രകാരം അനുഗ്രഹിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഗോസ്പൽ അല്ല. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും കരുണാസമ്പന്നനുമാണ്. ആരംഭത്തിൽ ഒരു കമ്പനി ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഇന്ന് 35 കമ്പനികൾ ഒരുമിച്ചുണ്ട്. ഇന്ന് എനിക്ക് 18-20 കമ്പനികൾ അനേകം സ്ഥലങ്ങളിലായിട്ട് ദൈവം തന്നു. പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ, ഈ ശാലോം കൂട്ടായ്മയെ പോലെ തന്നെ എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഞാൻ കാലത്ത് പോരുമ്പോൾ എൻ്റെ ഓഫീസിൽ കയറി 10-20 പേര് വർക്ക് ചെയ്യുന്ന ആ ജനറൽ ഓഫീസിൽ അവരോട് പറഞ്ഞു, ഇന്ന് ശാലോമിൽ ഒരു സാക്ഷ്യം പറയാൻ ഞാൻ പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ കമ്പനികളിലും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരുമിച്ച് ചേർന്ന് ലോകം മുഴുവന് വേണ്ടി, ജനകോടികൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി അനേകം പ്രാർത്ഥിക്കുന്ന മക്കളെ ഓരോ ആലയത്തിലും ദൈവം ഒരുക്കി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തല്ല പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയത് ഒരു ദൈവ സ്നേഹം നിറഞ്ഞ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഞാൻ ചെറുപ്പത്തിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് പറയുന്നത് ഇതാണ്: എൻ്റെ ഈശോയെ, ലോകം മുഴുവന് വേണ്ടി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ അടുത്തു തൊട്ട് ഞാൻ തുടങ്ങിയത് ഇതാണ്: എൻ്റെ ഈശോയെ, ഈ ലോകമെമ്പാടുമുള്ള 195 രാജ്യങ്ങൾക്ക് വേണ്ടി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും കൗൺസിൽ ചെയ്യാൻ ഇടയാകാറുണ്ട്, അനേകരെ കണ്ടുമുട്ടാൻ ഇടയാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയുടെ ഭാരം ഒരു മക്കളിലും ഞാൻ നൽകാറില്ല. ഈശോയെ നാം സ്നേഹിക്കണം. ഈശോ ലോകത്തെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. ത്രൂ ദ ഐസ് ഓഫ് ജീസസ്, യേശുവിലൂടെ ലോകത്തെ സ്വീകരിക്കാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയമായിരുന്നു. ഭാര്യയോട് ക്ഷമ ചോദിച്ച് സ്നേഹിച്ച് ഞങ്ങളൊരു പുതിയ ജീവിതമാണ് ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഭയമുള്ള ഭാര്യയുമായിട്ട് ജീവിച്ച എനിക്ക് ക്ഷമ ചോദിച്ച് സ്നേഹത്തിൽ വളർന്ന ഒരു ഭാര്യയോടൊപ്പം ജീവിക്കാൻ ദൈവം വലിയ സ്നേഹവും കരുണയും ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ആത്മാവ് ഓരോ ഭർത്താക്കന്മാരിലും ഭാര്യയിലും പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്: നിനക്ക് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നില്ലേ? വേറെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ലോകത്തിലെ മുമ്പാടും പൊക്കോ, വേറെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ലോകമെമ്പാടും നിങ്ങൾ പൊക്കോ. പക്ഷേ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട് നാം ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരു പറുദീസയായി ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞിട്ടില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നായ്ക്കാൻ പറമ്പിൽ അച്ഛൻ്റെ കൂടെ നടക്കുമ്പോൾ അച്ഛൻ പറയും, ജോർജിന് രോഗശാന്തി വരമുണ്ട്. ജോർജ് പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും അടയാളം കിട്ടുമ്പോൾ വിളിച്ചു പറയണം, അത് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തും. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഞാൻ ഒരുങ്ങി. ഒരു കഴുതയെപ്പോലെ ദൈവം നൽകുന്ന സന്ദേശങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടുമ്പോൾ ഞാനത് വിളിച്ചു പറയും.
ബുദ്ധിയിൽ ഒരിക്കലും ചിന്തിക്കുകയില്ല. വിളിച്ചു പറയുമ്പോൾ രോഗസൗഖ്യം കിട്ടിയ ഒരു സാക്ഷ്യം പറയും. അപ്രകാരം ഒരു ദിവസം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോവുക, തുറന്നു വരിക. ഞാൻ വിളിച്ചു പറഞ്ഞു, കണ്ണിനാർക്കോ ഈശോ കാഴ്ചശക്തി നൽകുന്നുണ്ട്. പറഞ്ഞ വഴി പ്രിയപ്പെട്ടവരെ, മുമ്പിലിരുന്ന ഒരു സഹോദരി 28 വർഷമായിട്ട് ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന ആ സഹോദരിക്ക് ഈശോ കാഴ്ച നൽകി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2010 ബഹുമാനപ്പെട്ട നായിക്കാൻ പറമ്പിൽ അച്ഛനും സിസ്റ്റർ തെരേസും ഒരുമിച്ച് ബോട്സ്വാന എന്ന കൺട്രിയിൽ, ബോട്സ്വാന എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് ഇംഗ്ലീഷിൽ വചനം പറയാൻ എനിക്ക് പഠിപ്പില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. ദാവൺഗിരിയിൽ കമ്പനി നടത്തുമ്പോൾ അവിടെ ജോലിക്കാരോട് പറഞ്ഞ് ഹിന്ദി എൻ്റെ മനസ്സിലുണ്ട്. കൊച്ചുമാത്തച്ഛൻ കല്യാണിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈശോ ജോർജിനോട് പറയുന്നു ഇവിടെ ഹിന്ദിയിൽ ക്ലാസ് എടുക്കാൻ. ഞാൻ പറഞ്ഞു, അച്ഛ എനിക്ക് ഹിന്ദി അറിയില്ല അച്ഛ എന്ന് പറഞ്ഞു. ജോർജിനോട് ഈശോ പറയുന്നു ഹിന്ദിയിൽ ക്ലാസ് എടുക്കാൻ. എനിക്ക് മനസ്സിലായി ഈശോ എന്നെ സഹായിക്കും. ഈശോയുടെ ആഗ്രഹമല്ലേ, ഈശോയ്ക്ക് വേണ്ടി കഴുതിയാകാം. സ്റ്റേജിൽ കയറി ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു. പരിശുദ്ധാത്മാവ് ഭാഷ പറഞ്ഞു തന്നു. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നിൽ ഊണ് കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ ഒരു മഹാരാഷ്ട്രയിലെ ഒരു സഹോദരൻ എൻ്റെ കൈമ പിടിച്ച് പറഞ്ഞു, ബ്രദർ തുമാരാ ക്ലാസ് ബഹുത് അച്ഛാ ഹേ, തുമാരാ ഹിന്ദി ഭി ബഹുത് അച്ഛാ ഹേ, ഫിർ ഹിന്ദി മേ ഗ്രാമർ നഹി ഹേ. പ്രൈസ് ദി ലോർഡ്. ഹിന്ദി ക്ലാസ് നന്നായിരുന്നു, ഹിന്ദി നന്നായിരുന്നു, ഹിന്ദിയിൽ ഗ്രാമർ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം തരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് ബോട്സ്വാനയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോർജിയയുടെ 1.25 മണിക്കൂർ ക്ലാസ് എടുക്കണം. ഈശോയുടെ മുമ്പിൽ ഞാൻ ചെന്നു. ഈശോയെ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും? നിനക്ക് വേണ്ടി ഞാൻ കഴുതയാകാം. ഞാൻ അവിടെ ഒരു കത്തീഡ്രൽ പള്ളിയിൽ, ബോട്സ്വാനയിലെ ഗബ്രോണി എന്ന സ്ഥലത്ത്, ക്യാപിറ്റലാണത്, തലസ്ഥാനമാണ്, അവിടെ ഒരു കത്തീഡ്രൽ പള്ളിയിൽ 2500 പേര്, 2000 കറമ്പന്മാരും 1250 യൂറോപ്യൻസും 1250 മലയാളികളുമുള്ള ഒരു സമൂഹത്തിൽ ഞാൻ കയറി നിന്നു. ഈശോയുടെ വചനം പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. മദ്യപാനം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ക്ഷമിക്കാൻ തയ്യാറാണോ? പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കർമ്മന്മാർ പെട്ടെന്ന് കൈവക്കും. എല്ലാവരും കൈവക്കി. ഇടയ്ക്കിടയ്ക്ക് രോഗശാന്തികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആനന്ദമായി. എല്ലാവരും പാപം ഉപേക്ഷിച്ചും പരിശുദ്ധാത്മാവിന് വേണ്ടിയും ദാഹിച്ചു. അവസാനമായപ്പോൾ ഇടതുകാലിൽ ഒരു വേദന, കഴപ്പ്, ഇങ്ങനെ ബലം വരുന്ന അനുഭവം ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ നടക്കാൻ പറ്റാത്ത ആർക്കോ ഈശോ നടക്കാൻ കൃപ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, 10ാമത്തെ വയസ്സിൽ 2 കാലും ക്രിപ്പിൾഡായി ഇങ്ങനെ പിണഞ്ഞു പോയി. 2 ക്രച്ചസ് കുത്തിപ്പിടിച്ച് അവിടെ 17 വയസ്സായി. 7 കൊല്ലം ആ സഹോദരൻ ഇപ്രകാരം അനാഥനായി ആ ബോട്സ്വാന കൺട്രിയിൽ ഗബ്രോണി എന്ന സ്ഥലത്താനത്ത് അങ്ങനെ വലിഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആ സഹോദരൻ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ 2 ക്രച്ചസും വലിച്ചെറിഞ്ഞ് ആ ഓൾട്ടറിലേക്ക് ഒരു സ്പ്രിങ് പോലെ ഇങ്ങനെ നടന്ന് വന്നു. എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ച് കരയിലും നിലവിളിയും സ്തുതിപ്പുമെല്ലാം ഉയർന്നു. അപ്രകാരം അവൻ്റെ കാല് ബലപ്പെട്ട് സ്റ്റേജിൽ വന്നപ്പോൾ അവൻ തുള്ളിച്ചാടാനും ആനന്ദിക്കാനും ഇടയായി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട് പാപം ഉപേക്ഷിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മെ നയിക്കുക. അച്ഛൻ പറയും, ജോർജ്, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ വചനപ്രകാരം ദൈവിക പദ്ധതികൾ നിറവേറ്റി തരണമേ. ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും
ആരൊക്കെയുണ്ടോ ഒരുമിച്ച് ആലോചിക്കണം. എല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുക്കണം. ഒറ്റയ്ക്ക് തീരുമാനമെടുത്താൽ ദൈവത്തിൻ്റെ തീരുമാനമാകില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബജീവിതവും ശുശ്രൂഷ ജീവിതവും അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ക്ലാസ്സിന് പോകും. അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ 3 ആഴ്ച ഫരീദാബാദിലും ഡൽഹിയിലും അതുപോലെ തന്നെ പാറ്റ്നയിലുമൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ യേശുവിനോടൊപ്പം പോകുന്ന അനുഭവം. അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്: തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ബൈബിളിൻ്റെ കൺക്ലൂഡഡ് ഫോം, അന്തസത്ത ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കട്ടപ്പാടും തകർച്ചകളും രോഗങ്ങളും ആവശ്യങ്ങളുമുണ്ടോ, അതുപോലെയുള്ള കോടിക്കണക്കിന് മക്കൾക്ക് വേണ്ടി ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. ഇത് അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങളോട് ഈ സാക്ഷ്യം പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ, ദുഃഖിച്ചും രോഗത്തിനും അടിമപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവം എന്നെ വഴി നടത്തിയ അതേ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവം നൽകിയ അറിവും കഴിവും സമ്പത്തും ജീവിതവും എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറും. നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എനിക്ക് തന്ന ജീവിതത്തിൻ്റെയും സമ്പത്തിൻ്റെയും അറിവിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ദശാംശം ഈശോയ്ക്ക് നൽകിക്കൊണ്ട് ഈശോയുടെ മക്കളെ രക്ഷിക്കുന്ന, ദാഹത്തോടെ ജീവിക്കുന്ന ഒരു മകനായി മകളായി മാറുവാൻ ഈ സാക്ഷ്യ സമയങ്ങളിൽ ഈശോനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ, തിരുരക്തക്കടലിലും പൂക്കട്ടെ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കട്ടെ, വരദാന ഫലങ്ങളാൽ നിറയട്ടെ. യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായി തീരുവാൻ യേശുവിനെ കൂടെ കൊണ്ടുപോകുന്ന അനുഭവം ഒരു ഗാനത്തിൻ്റെ ഇരടികൾ പാടിക്കൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, ഭയമില്ല എനിക്ക് എന്നുള്ള ഗാനം ആലപിച്ച് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. കൈയടിച്ച് പാടാം, ആനന്ദത്തോടെ പാടാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളിലേക്കും ഈ ശാലോം TV, ഈ നൈറ്റ് വിജിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും യേശുവിൻ്റെ പ്രകാശം കടന്നു വരുന്നു, യേശുവിൻ്റെ സ്നേഹം കടന്നു വരുന്നു, യേശുവിൻ്റെ സൗഖ്യം കടന്നു വരുന്നു. സ്നേഹത്തോടെ സ്വീകരിക്കാം, വിശ്വാസത്തോടെ സ്വീകരിക്കാം. യേശുവിന്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാളും. കർത്താവെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലും ഈശോനാഥൻ. മധ്യസ്ഥ വഹിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവ് എല്ലാവരിലേക്കും കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാളും. കർത്താവെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാളും. ആകുലത തെല്ലുമില്ല, അരികിലും ഈശോനാഥൻ. സുഖപ്പെടുത്തിയ ഈശോ, മുടന്തനെ സൗഖ്യപ്പെടുത്തിയ ഈശോ,